ഹലോ, ഈ സ്കൂളിന്റെ ഫൗണ്ടിംഗ് മെമ്പേഴ്സിൽ ഒരാളാണ് ഇപ്പൊ വന്നേക്കുന്നത്. നിങ്ങൾക്ക് ഇയാളെ വിശ്വാസം അല്ലെങ്കിൽ ഞാൻ Hello, nice to meet you. My name is Yasmin Rodriguez. Oh, right. I'm a businesswoman. Oh, very good, very good. Chandra. അതെ അതെ നമ്മളെ ഒരു കുഞ്ഞിന്റെ അഡ്മിഷൻ വേണ്ടിട്ട് അപ്പൊ ഡൊണേഷന്റെ കാര്യം അവർക്ക് ജനിച്ചിട്ടുണ്ടോ? അതോ ഇനിയാണോ? ജനിച്ചതാണ്. 12 വയസ്സ്. ഓക്കെ ഓക്കെ, നമ്മൾ ജനിക്കുന്നതിന് മുന്നേ ഒരു അഡ്മിഷൻ കൊടുക്കുന്നുണ്ട്, അങ്ങനെ അതുകൊണ്ട് ചോദിച്ചതാണ്. 12 വയസ്സുള്ള കുട്ടിയാണ്. സാർ അഡ്മിഷൻ എടുക്കാൻ വന്നപ്പോഴേ അപ്പൊ നമ്മുടെ പ്രിൻസിപ്പലിന് വലിയ താല്പര്യമില്ല കുഞ്ഞിനെ ഇവിടെ പഠിപ്പിക്കുന്നതിനോട്. കാരണം ഇവിടെ ചെറിയൊരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ കുഞ്ഞ് ഈ സ്കൂളിനെ പറ്റിയിട്ട്. അപ്പൊ അതുകൊണ്ട് എന്തോ സ്കൂളിനെതിരെ എന്തോ ഒരു കാര്യം പറഞ്ഞിട്ട് ഒരു കേസ് കൊടുത്തായിരുന്നു ആ കുഞ്ഞ് ഈ സ്കൂളിനെതിരെ. അപ്പൊ പ്രിൻസിപ്പാളിന് ഒരു തരത്തിലും നമ്മുടെ എലി പ്രിൻസിപ്പാളില്ലേ ഭയങ്കര ബുദ്ധിമുട്ടാ. അപ്പൊ ഞാൻ ലൈക്ക് എന്താ പറയാ, നമ്മൾ ഡൊണേഷനെ കളക്ട് ചെയ്തിട്ടേ കുഞ്ഞിനെ നമ്മൾ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്ത് ഓൺലൈൻ അഡ്മിഷൻ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആർക്കും ചെയ്യാൻ പറ്റില്ലല്ലോ, ഒരു കാര്യമല്ലേ. നമുക്ക് ഇപ്പൊ പ്രിൻസിപ്പലിന് സ്കൂളിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. നമുക്ക് കുറച്ച് ഫൗണ്ടേഴ്സിന്റെ PTA ഫണ്ടും കൂടെ നോക്കണം. നമുക്ക് സ്കൂള് കുറച്ചുകൂടി നല്ല മുന്നോട്ട് നടത്തിക്കൊണ്ട് പോകണമല്ലോ. അപ്പോൾ ഈ PTA ഫണ്ടിന്റെ കാര്യം സെറ്റ് ആക്കുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു മിസ്റ്റർ ചന്ദ്രൻ നമുക്കിത് എന്തെങ്കിലും പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ പറ്റുമായിരിക്കും അല്ലേ? കൺവിൻസ് ചെയ്യാൻ പറ്റും. അതെ, മാത്രമല്ല നിങ്ങളുടെ കുട്ടി ഇവിടെ ചേർക്കുവാണെങ്കിൽ ഫ്ലുവന്റ് മലയാളം സംസാരിക്കുന്ന കാര്യം ഞാൻ ഏറ്റു, കാരണം മലയാളം ടീച്ചർ ഞാനാണ്. എക്സ്ക്യൂസ് മീ. എക്സാക്ട്ലി. നമ്മള് ഇതിന് സിഗ്നേച്ചർ ഇട്ട് കൊടുത്തപ്പോ മലയാളം പറ്റ ടറ്റ പറയുന്ന പോലും പറയും. ചന്ദ്രു വന്നേ, ആ വിശ്വാസം ഞാൻ ഒന്നും കൂടെ ഊണി ഉറപ്പിച്ചു കേട്ടോ ചന്ദ്രു. എലി ഒന്നിങ്ങോട്ട് അതിന് നീ എന്തിനാ കക്കൂത്തിങ്ങനെ വിളിക്കുന്നത്? അവള് വന്ന സൗണ്ടാണ് ഇപ്പൊ കേട്ടത്. നമ്മള് ആ വഴി വിടുന്നുണ്ടോ? പുറത്ത് വണ്ടി ഒന്നില്ലേ, 2 വണ്ടി ഇപ്പോട്ട് വണ്ടി സൗണ്ട് കേക്കില്ലേ, അത് അവളാ. നീ ഒരു കാര്യം, നീ നൈസർ ഷർട്ട് മാറ്റിയേ ഡ്രസ് തലമുടിയും വെട്ടി വെച്ചിട്ട് എന്റെ കൂടെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം. വാ വാ വാ. ആ ഹലോ, അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന കുട്ടി ഇതാണോ? കുട്ടി ഇതല്ല, കുട്ടി ഇത് കുട്ടിയുടെ അച്ഛനാണോ? ഓ നൈസ് ടു മീറ്റ് യു. അതെ ഇതാണ് അച്ഛൻ. കുട്ടിയുടെ പേരെന്തായിരുന്നോ? അല്ല, ഇവിടെ നമ്മള് കാര്യം പറഞ്ഞു വന്നിരുന്ന എന്റെ പേര് യാസ്മിൻ. അയ്യോ, ഈ കുട്ടിയല്ല, ഈ മുതുക്ക് കുട്ടിയുടെ അല്ല, ശരിക്കുള്ള കുട്ടിയുടെ പേര് ആഷിഖ്. മാഡം ഐ ആം ബാക്ക്. സിക്ക് ലീവിലായിരുന്നു മാഡം. ഇത് എലി മാഡം അല്ലേ? ആ മലയാളം സാർ പിന്നെ സ്കൂളിലല്ലാതെ അപ്പുറത്തെ കക്കൂസ് പിടിക്കാൻ പറ്റത്തില്ലല്ലോ മാഡം. മാത്രം കയറിയിരിക്കുക, ഞാൻ ഇവിടെ നിൽക്കാം. ഒരു പുതിയ അഡ്മിഷന് വേണ്ടിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ ഇത്. ആ ഒരു പുതിയ കുട്ടിയുടെ അഡ്മിഷൻ. മലയാള സാർ ഒരു കാര്യം അഴിമതിയാണ്. ഈ PT സാറാണ് അഴിമതി നടത്തിക്കൊണ്ടിരിക്കുന്നത്. 10 പൈസ മേടിക്കാനാണ് ഞാൻ ഇവിടെ അഡ്മിഷൻ കൊടുത്തോണ്ടിരിക്കുന്നത്. PT സാറ് 10 കോടി വാങ്ങിച്ചു ആരുടെ കയ്യിൽ നിന്ന്. മാഡം ഈ 10 പൈസ മേടിക്കാൻ നമുക്ക് സാലറി അമ്മയച്ഛനും ഇത് അച്ഛനാണ്. ഒന്ന് സംസാരിച്ചു നോക്കിയ പുള്ളിയോട്. ഹലോ സാർ, ഹലോ സാർ. മലയാള സാർ എല്ലാം പറഞ്ഞില്ലേ സാർ? പുള്ളി വന്നതേ ഉള്ളൂ. ഇപ്പഴേ നമുക്കേ അഡ്മിഷന്റെ കാര്യം സംസാരിക്കാം. കൊച്ചിന്റെ അഡ്മിഷൻ കൊടുക്കലെന്നാണ് പറയണത്. ചന്ദ്രു, അവരെ ഫ്രണ്ട് വെച്ച് എലിയെ കൊണ്ട് അഡ്മിഷൻ കൊടുക്കൂലെന്നും നമ്മള് വാങ്ങിക്കൊടുക്കും പറഞ്ഞ് വാങ്ങിക്കൊടുത്തില്ല കാര്യമുള്ളൂ. അതെന്നെ കൊടുക്കണം പറഞ്ഞിട്ടാണ് അവർ ഡിലേ അടിപ്പിച്ചിട്ടാണ് ഈ പറഞ്ഞ ഇപ്പൊ കയറി വന്നത്. അല്ലെങ്കിൽ ആ 10 കോടി രൂപയാണ്. 10 കോടി രൂപ ഡൊണേഷൻ. ഷെയർ 2 കോടി തരാം. 2 കോടിയാണെങ്കിൽ വേറെ എത്ര പേരുണ്ട് ഇതില്? മതാര ഉച്ചയുണ്ട്, പിന്നെ 10 ലക്ഷം കൊടുത്താലും പോവും. രായനാണെങ്കിൽ 5 കൊടുത്താ മതി. ബാക്കി 3.5 ഓക്കെയാണ്. 3.5 ഓക്കെയാണ്.
ബാബു അവരാത്തുണ്ട് ഹലോ ശരിക്കും പറഞ്ഞ മാഡം കുറച്ച് കൽപ്പിലാണ് കേട്ടോ. ഇതൊന്ന് എനിക്ക് സമ്മതിക്കാൻ തോന്നി പാടാണ്. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ കുട്ടി വല്ലാത്ത കുരുത്തക്കേട് കാണിക്കുന്ന ഒരാളെന്ന് തോന്നുന്നു. കുരുത്തക്കേട് കുട്ടികളായാൽ കാണിക്കുമല്ലോ. കാണിക്കും എന്തായാലും കാണിക്കും സത്യം പറഞ്ഞ. കുരുത്തക്കേട് കുഴപ്പമില്ല. അത് മാറ്റാൻ മാഡം പറയുന്നത് നമ്മളിവിടെ വന്ന ദിവസം നമ്മള് കണ്ടത് സൂര്യ ദിവസം കഞ്ചാവിന്റെ ചെടിയും കൊണ്ട് നടക്കുന്നതാണ്. ഫസ്റ്റ് ദിവസമല്ലേ ഇത് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്കൂൾ തുടങ്ങിയ മനസ്സിലായില്ലേ. ഫസ്റ്റ് ദിവസം എല്ലാവരും കഞ്ചാവും വായിലും മറ്റേ എന്തൊക്കെ സാധനവും വെച്ചുകൊണ്ടാണ് വരുന്നത്. പക്ഷെ ഇവിടെ നിന്ന് പോകുമ്പം ഇതെല്ലാം മാറ്റി നല്ലൊരു കുട്ടിയായി നമ്മൾ ഇവിടുന്ന് വിടും. അതാണ് നമ്മുടെ കാര്യം. വാർത്തെടുക്കും, നല്ലൊരു വാർത്തെടുക്കും. നമ്മൾ നല്ലൊരു ഹോപ്പ് വെച്ചിട്ടാണ് കുട്ടിയെ ഉറപ്പായിട്ടും വാർത്തെടുക്കും എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ വാർത്തെടുത്ത 3 കുട്ടികളാണ് ഇന്നലെ നമ്മുടെ ക്യാമ്പസിന്റെ വാർപ്പിൽ നിന്നത് അല്ലേ ചന്ദ്രു? എലി ഇത് നമ്മുടെ ആസിക് മോന്റെ പാരന്റ്സ് ആണ്. അപ്പൊ ഇവര് അഡ്മിഷനെ പറ്റി സംസാരിക്കാൻ വന്നതാണ് കേട്ടാ. ഇത് അച്ഛൻ ഇത് അമ്മ. അല്ല സോറി, ഇത് അച്ഛൻ ഇത് അമ്മ. അതെ അല്ല അമ്മയല്ല അമ്മയല്ലേ? അല്ല സ്റ്റെപ്പ് മോമോ അല്ല. അല്ലല്ല അത് അല്ല പുള്ളിക്കാരിയെ കണ്ടാലില്ല, സിസ്റ്ററാണെന്ന് തോന്നുന്നു. കസിനാണ്. എന്തൊക്കെ കുഞ്ഞിനെ പറ്റി സംസാരിക്കുന്നത്? ആയിട്ടില്ല. ഞാൻ പുള്ളിക്കാരന്റെ കൊളീഗ് ആണ്. ആഷിക്കിന്റെ അമ്മയ്ക്ക് അറിയാമോ ഇങ്ങനൊരു കൊളീഗ്? ആഷിക്കിന് അമ്മയില്ല. അമ്മയില്ല കുട്ടിയാണ്. എന്താണ് നിങ്ങൾ ഒരിക്കലും മാഡം നമ്മൾ വിട്ടുകൊടുക്കരുത് മാഡം. ഈ അല്ല ഈ ഒരു കുഞ്ഞിനൊരു അഡ്മിഷൻ കൊടുക്കല്ലോ ആഷിക്കിന്റെ ഒരു സ്റ്റാറ്റസ് വെച്ചിട്ട് നമ്മൾ ആഷിക്കിന്റെ ഒരുപാട് അച്ഛന്മാരെ നമ്മൾ 2 ദിവസമായിട്ട് കാണുന്നുണ്ട്. ഇതിനകത്ത് ഏതിലാണ് ഒറിജിനൽ അച്ഛനെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. പോലീസ് സ്റ്റേഷനിൽ ഒരു അച്ഛൻ വന്നു, മിസ്റ്റർ എക്സിൽ ഒരു അച്ഛനുണ്ട്. അങ്ങനെയാണെങ്കിൽ മാഡം നമുക്ക് ആ പഴയ ട്രിക്ക് യൂസ് ചെയ്തൂടെ? പല അച്ഛന്മാരിൽ നിന്ന് മാഡം മാഡത്തിന്റെ അച്ഛനെ കണ്ടുപിടിച്ചില്ലേ? ആ ട്രിക്ക് നമുക്ക് യൂസ് ചെയ്തില്ല. കുട്ടിയുടെ അച്ഛന്മാരുടെ പേരൊന്നും തരുവേ. എലി മാഡം, അതായത് ഞാൻ കേട്ടായിരുന്നു കുട്ടിയുടെ കൂടെ വേറെ ഏതൊക്കെയോ ആൾക്കാർ വന്നിട്ടുണ്ട്. ഞാൻ ക്ലിയർ ചെയ്ത് തരാം. ഞാൻ ലാസ്റ്റ് വന്നപ്പോ ഞാൻ മോനെ കൊണ്ടാണ് വന്നത്. ചന്ദ്രബോസ് സാർ ഉണ്ടായിരുന്നു. അച്ഛനാണെന്ന് പ്രൂവ് ചെയ്യാനാണ് മുണ്ട് കൊടുത്ത് വന്നേക്കണേ കേട്ടോ. ഏത് അച്ഛനാണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി മുണ്ട് കൊടുത്ത് വന്നേക്കണേന്ന് നമുക്ക് വെളിയിൽ നിൽക്കടാ. ക്ലിയർ ചെയ്യാൻ പാകത്തിന് ഇവിടുന്ന് പോയത്. അപ്പൊ മാഡം വന്നിട്ട് ഒന്നുകൂടി സംസാരിക്കാം എന്നുള്ള ആഷിക്കിന്റെ പേരിൽ നമ്മുടെ സ്കൂളിന്റെ പേരിൽ ഒരു കേസ് ഉണ്ടായിരുന്നു. ആഷിക്കിന് അഡ്മിഷൻ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കേസ് ഉണ്ടായിരുന്നു. അപ്പൊ അത് നമ്മള് കുഞ്ഞല്ലേ എന്ന് പറഞ്ഞിട്ട് കുഞ്ഞു പിള്ളേരൊക്കെ ഓരോ ശരിയില്ലേ അതൊക്കെ നമ്മള് ശരിക്കും മൂത്തവരൊക്കെ. ഞാൻ സിറ്റിയിൽ വന്നിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ. ഇതിന്റെ കാര്യം എനിക്കറിയില്ലായിരുന്നു. മോൻ നേരത്തെ വന്നിരുന്നു. കുട്ടിക്ക് എന്തിനാണ് അല്ല മാഡം നമുക്ക് കുഴപ്പമില്ല മാഡം. ഇപ്പൊ ഒരു പി ടി എ മീറ്റിംഗിന് വരാൻ മൾട്ടിപ്പിൾ അച്ഛന്മാരുള്ള ഒഴിക്കണമെങ്കിൽ നല്ലതല്ലേ? അല്ലല്ല, അവനെ ഞാൻ അനാഥാലയത്തിൽ നിന്ന് അത് മാഡത്തിന്റെ കുഴപ്പമാണ്. ശരിയാണ് സാർ. ശരി, നമുക്ക് അഡ്മിഷൻ കൊടുക്കാം അല്ലേ ചന്ദ്ര? നമ്മൾ പറഞ്ഞതിന്റെ ഒരു രീതിയിൽ മാഡം എന്തായാലും അഡ്മിഷൻ തരും കേട്ടോ. അതെ, ടോട്ടൽ ഫ്രീ ആണ് സാർ ഇവിടെ അഡ്മിഷൻ. നമ്മൾ 10 പൈസ വാങ്ങിക്കുന്നില്ല. കംപ്ലീറ്റ് ഫ്രീ ആണ്. കംപ്ലീറ്റ് ഫ്രീ ആണ്. 10 പൈസ നമ്മൾ വാങ്ങിക്കുന്നു. 10 പൈസ അഡ്മിഷൻ ചെയ്യുന്ന 10 ദിവസം പോലും സ്കൂൾ പ്രവർത്തിക്കുന്നില്ല. നമ്മളെ ഫണ്ട് ചെയ്യുന്നത് മിസ്റ്റർ എക്സ് ആണ്. അപ്പൊ നമുക്ക് അവരുന്നാണ് നമുക്ക് ഫണ്ട് കിട്ടാൻ പോകുന്നത്. ഫണ്ട് കിട്ടാതെ വരുമ്പോ സ്കൂൾ അടച്ചിടും അല്ലേ മാഡം? അല്ല എന്തോ ഒരു ചന്ദ്രൻ അയ്യോ അത് ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ലേ, പി ടി എ കാര്യങ്ങളാണ്. അത് വേറെയാണ്. നമ്മളിപ്പോ സ്കൂൾ അഡ്മിഷൻ കാര്യങ്ങളെ പറ്റിയാണ് മാഡം പറഞ്ഞോണ്ടിരിക്കുന്നത്. ചന്ദ്രനാണ്. അപ്പൊ പി ടി എ കാര്യങ്ങളൊക്കെ ചന്ദ്രനായിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത്. അല്ല പി ടി എ അതായത് ഞാൻ എന്റെ മോൻ ഇവിടെ പഠിക്കണം. അപ്പൊ ഞാനാണ് പി ടി എ പ്രസിഡന്റ്. ഇവിടുത്തെ പി ടി എയുടെ പ്രസിഡന്റ് കൂടി ഞാനാണ്. അതുമാണ് പി ടി രണ്ടും എല്ലാ പ്ലേ നമ്മളെല്ലാം ചെയ്യും. ഞാൻ പറഞ്ഞുതരാം സാർ. ഇത് നല്ല രീതിയിൽ
കുനിയും നൂരും എല്ലാം ശരീരമൊക്കെ വഴങ്ങും അങ്ങനത്തെ ഒരു ആളാണ് സർ. ഓക്കെ 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 എനിക്ക് നല്ലപോലെ അല്ലല്ല നമ്മളൊരു PT സാറെന്ന് പറയുമ്പോഴത്തേക്കും നമ്മള് കുറച്ച് നമ്മള് നമ്മളൊരു ഫ്ലെക്സിബിൾ ആയിരിക്കണല്ലോ നമ്മള് PT സാറെന്ന് പറയുമ്പോഴത്തേക്കും. അതെ നമ്മളൊരു യോഗ അതായത് മനസ്സിലായില്ലേ ഇതാണ് നമ്മള് മനസ്സിലായില്ലേ പിള്ളേർക്കാകുമ്പോഴത്തേക്ക് നമുക്ക് നമ്മള് പുസ്തകം തിന്നാനല്ല പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുന്നത് നമ്മള് യോഗ ഇതുപോലെ എല്ലായിടത്തും പോയി നമ്മൾ പ്രാക്ടീസ് നമ്മള് പ്രകൃതിയോട് ഇണങ്ങിയിട്ടാണ് PT സാറിന്റെ എല്ലാ പ്രാക്ടീസും നടത്തുന്നത് സാർ. ഇത് അവരുടെ ലോകമല്ലേ, ഇത് അവരുടെ ലോകം. വേറൊരു കാര്യം ചോദിച്ചിട്ട് സാർ, നിങ്ങളുടെ മോൻ എന്ത് ചെയ്യും? കുറച്ച് സാങ്കേതിക തകരാറുകളും ഹെൽത്ത് ഇഷ്യൂസും കാരണം കൊണ്ട് വരാൻ പറ്റും. എത്ര ദിവസം ഉണ്ടായിരുന്നു ഞാൻ ഇത്രയും ദിവസം ഉണ്ടായിരുന്നു വരുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിടിച്ചു നിർത്തിയിരുന്നു. പക്ഷെ ഇന്ന് വരാൻ എനിക്ക് തന്നെ വരാനുള്ള സാഹചര്യം അറിയില്ല. പിന്നെ ഇത് നമ്മുടെ മലയാള സാറാണ് പരിചയപ്പെട്ടായിരുന്നു മിസ്റ്റർ ഓക്കെ മലയാളം സാർ. പേരെന്താണ്? ബാബു നമ്പൂതിരി. ബാബു നമ്പൂതിരി. ബംഗാളി തിരക്കിയ മലയാള സാർ. കാരണം മലയാളം എന്ന് പറയുന്നത് ഒരു ഭാഷയാണ്, അത് പഠിക്കാൻ കേരളത്തിൽ തന്നെ ഉണ്ടാവും. അറിയില്ല ലാംഗ്വേജ്. ഞാൻ 2 ലാംഗ്വേജിൽ പറയും, എന്നാലും പ്രശ്നമില്ല, ഞാൻ പറഞ്ഞുതരാം. അതായത് മലയാള ഭാഷ പഠിക്കാൻ നമ്മൾ കേരളത്തിൽ ജനിക്കണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. ഇതൊരു ഭാഷയാണ്, ഇത് ആർക്കും എങ്ങനെ വേണോ പഠിക്കാം. അതാണ് എലി എന്ന മാഡം എനിക്ക് ഒരു അപചരം തന്നതിലൂടെ ഇവിടെ തെളിയിക്കുന്നത്. മലയാളത്തിന്റെ പിതാവ് എന്ന് പറയുന്ന ആരാ? പിതാവില്ലാത്ത ചന്ദ്രൻ അറിയാവോ ഉത്തരം? ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മളെ ഒരിക്കലും ഫസ്റ്റ് കുട്ടികളെ പഠിപ്പിക്കേണ്ടത് കണ്ടവരെ അച്ഛനെ പറ്റി അന്വേഷിക്കാൻ ആദ്യം പഠിപ്പിക്കരുത് ഒരിക്കലും. മനസ്സിലല്ലേ? ഈ ഒരു ശീലമാണ്. നമ്മൾ വന്നോടനെ മലയാളത്തിന്റെ പിതാവ് ആരാണ് ഇത് ഞാൻ അവനോട് ചോദിക്കും, മനസ്സിലായില്ലേ? അവൻ നാളെ ഒരുത്ത എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിന്റെ പിതാവ് ആരാണ്, മനസ്സിലായില്ലേ? ആ ഒരു വേണ്ട. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമ്മളെ കുട്ടികളെ പീഡിച്ചേരുത്. നമ്മൾ അതുകൊണ്ട് പിതാവെന്ന് പറയുന്ന ആ ഒരു സാധനത്തെ പറ്റി സംസാരിക്കുന്നില്ല. അതെ, പിതാവില്ല. ആ ക്വസ്റ്റ്യന് പിതാവില്ലെന്ന് തന്നെ ഞാൻ കൂട്ടിക്കോ. അങ്ങനെയല്ല, സോറി, അല്ല, പിതാവിനെ പറ്റി സംസാരിക്കുന്നില്ല. അത് വീട്ടിലല്ലേ സാർ, നമ്മൾ PT മീറ്റിംഗിന് മാത്രം പിതാവിന്റെ ആവശ്യമുള്ളല്ലോ സാർ. അതെ, സാറിന്റെ ഒരു പ്രശസ്ത മാങ്ങാണ്ടി കവിതയുണ്ട് സാർ, അതൊന്ന് വേണമെങ്കിൽ നമുക്കത് നമ്മുടെ ഒരു PT മീറ്റിംഗ് വരുന്നുണ്ട്, അന്ന് ഞാൻ സ്വാഗത പ്രസംഗമായിട്ട് ആ പാട്ട് പാടുന്നതായിരിക്കും. അതെ, പ്രസംഗം പാട്ടായിട്ട് പാടാൻ പറ്റും, പുതിയതാണ്. മാഡം അന്ന് സംസാരിച്ചപ്പോ മാഡം ഒന്ന് പറഞ്ഞ ഒരു കാര്യം ചോദിക്കാൻ. അല്ല ഈ യൂണിഫോമിനും ബാക്കി കാര്യങ്ങളൊക്കെ ഇല്ലേ, യൂണിഫോം ടെക്സ്റ്റ് ബുക്കിന്റെ കാര്യത്തിനുണ്ട്. നമ്മുടെ അലീന പറഞ്ഞ ഒരു ചെറിയ ഡൊണേഷൻ ഉണ്ടാവുന്ന പറഞ്ഞായിരുന്നു. അതായത് യാസ്മിൻ മേഡം ആണോ ഈ കുട്ടിയുടെ ടേക്ക് കെയർ ചെയ്യുന്നത്? അല്ല, ഫാദർ ആണ് ടേക്ക് കെയർ ചെയ്യുന്നവന്റെ. ആണോ? അപ്പോ മാഡം ആരാണ്? എപ്പോഴും കുട്ടിയുടെ കൂടെ ഉള്ള ഒരാളാണോ? അല്ല, ഞാൻ ആ പുള്ളിക്കാരന്റെ കൊളീഗാണ്. ആ പുള്ളിക്കാരന്റെ കൂടെ ഉള്ളതാണോ? അപ്പൊ ആ പുള്ളിക്കാരന്റെ കൂടെ ഉണ്ടായിട്ടും കൊച്ചിന്റെ കൂടെ ഇല്ലാത്തത് മോശമല്ലേ? ഞാൻ ആ പുള്ളിക്കാരന്റെ കോവർക്കറാണ്. അങ്ങനെ പറയൂ. ബാബു ഒരു മിനിറ്റ് മാഡം, അല്ല, ഈ കുട്ടിയുടെ മെന്റൽ ഹെൽത്തോട് സംബന്ധിച്ചിട്ടേ ഒരാളെ ഗൈഡൻസ് കൊടുക്കാൻ വേണം, മനസ്സിലായില്ലേ? ഇപ്പൊ ആളുണ്ടാവും അല്ലേ? ഓക്കെ. അപ്പൊ ആ നമ്പർ വേണമായിരുന്നു, അതായിരുന്നു ആ ഗൈഡൻസിന്റെ. അല്ലല്ല, ഗൈഡൻസ് കൊടുക്കുന്ന ആളെ മതി. ആ പുള്ളിക്കാരൻ എപ്പോഴും സിറ്റിയിൽ മിക്കവാറും കാണില്ല, സോ ഐ പ്രൊവൈഡ് മൈൻ. പുള്ളിക്കാരൻ സിറ്റിയിൽ കാണാൻ വളരെ ചുരുക്കമായി കാണത്തുള്ളൂ. സോ കിട്ടി മാഡം, കിട്ടി. നിന്റെ ഷോണ്ടല്ലോ പറട്ടെ ചന്ദ്രു അടിക്കലടാ. പൈസ കിട്ടുന്ന കോപ്പ് കിട്ടൂല. ചന്ദ്രു, പൈസ ഞാൻ വാങ്ങും. ഞാൻ ആ കൊച്ചിന്റെ നമ്പർ വാങ്ങി വെച്ചിട്ടുണ്ട്, നമുക്ക് ഉറപ്പായിട്ടും പൈസ വിളിച്ചിട്ട് ഓടിക്കാം.
നീ ചോദി ഈ സ്കൂളിൽ എത്തി പാർട്ട സ്കൂളില് ചന്ദ്രൻ സമാധാനപ്പെടി. എത്ര 10 കോടിയല്ലേ നമുക്ക് ഒപ്പിക്കാം. ഞാൻ സ്കൂളിലെ മലയാളം മാറ്റാണ്. മലയാളം ടീച്ചർ മലയാളം ടീച്ചറോ? ബാബു നമ്പൂരി ഫ്രം ബംഗാൾ. ബാബു? അതെ ബാബു ഫ്രം ബംഗാളി മലയാളം പഠിപ്പിക്കാനോ? അതെ മലയാളം ഒരു ഭാഷ തന്നെയല്ലേ, അത് ആർക്കും പഠിപ്പിക്കാം. മലയാളം ഭാഷ തന്നെയാണ് ആർക്കും പഠിപ്പിക്കാം. അതെ ഇപ്പം ഉദാഹരണത്തിന് സാറിന് ഇംഗ്ലീഷ് അറിയില്ലേ? അത് ഇംഗ്ലണ്ടിൽ നിന്ന് സായിപ്പൊന്നുമല്ലല്ലോ പഠിപ്പിച്ചത്. എനിക്ക് കൺവിൻസ് ആയില്ലേ? ഇംഗ്ലീഷ് ഒരു ഹെർമൻ ഗുണ്ടർക്ക് എന്ന് പറഞ്ഞൊരു സായിപ്പ് നാട്ടിൽ വന്ന് മലയാളം പഠിപ്പിച്ചോണ്ടാണല്ലോ നമ്മളൊക്കെ പഠിപ്പിച്ചത്. അതെ അതുപോലെയാണ്, ഒരു പ്രശ്നമുള്ള കാര്യമല്ലേ ഇത്. ബാബു സാറ് മലയാളം എവിടുന്നാണ് എടുത്തത്? ഐ മീൻ ഡിഗ്രി ഒക്കെ? ഏകദേശം എനിക്ക് തോന്നുന്നു സെൽഫിലിരുന്ന ബുക്കിംഗ് തന്നെയാണ് ഞാൻ മലയാളം പഠിച്ചത്. വേറെ പ്രത്യേകിച്ച് അതല്ലേ ചോദിച്ചേ ഇപ്പൊ പഠിപ്പിക്കാനായിട്ടുള്ളൊരു സ്കൂളിലാണ് പഠിച്ചത് മലയാളം. അതല്ല ഞാൻ ചോദിച്ചത്, പഠിപ്പിക്കാൻ ഒരു ഓതറൈസേഷൻ പോലെ വേണമല്ലോ, ഒരു ഡിഗ്രി അതുപോലെ എന്തെങ്കിലും. ഓ അങ്ങനെ ഡിഗ്രി എനിക്കുണ്ട്, മലയാളത്തിൽ ഡിഗ്രി ഉണ്ട്. മലയാളത്തിന്റെ ഡിഗ്രി അല്ലേ? വെടിവെച്ചാങ്കോവിൽ യൂണിവേഴ്സിറ്റിയിലുള്ള ഡിഗ്രി ഉണ്ടല്ലോ. അതെ ശ്രീ വെടിവെച്ചാങ്കോവിൽ യൂണിവേഴ്സിറ്റിയിലുള്ള ഡിഗ്രി ഉണ്ട്. മാഡം സാർ ഒരു PT സാർ വന്നിട്ട് പറഞ്ഞു നിങ്ങളൊരു മാന്യത ഇല്ലാത്തവനും വൃത്തികെട്ടവനും പെണ്ണുപിടിയനും ആണെന്നൊക്കെ പറഞ്ഞു. എന്താണ് സാർ പ്രശ്നം? അതാരെയാണ് PT സാറ്? ചന്ദ്രൻ. ഒരു അച്ഛനില്ലാത്തവൻ എന്തും പറയാലോ മാഡം. മാഡം അത് കരിയാക്കി എടുക്കോ? ഇല്ല ഞാൻ എടുക്കത്തില്ലല്ലോ. ഞാൻ രണ്ടാമത് കൺഫേം ചെയ്യാം. അതെ മാഡത്തിന്റെ കണ്ണി കണ്ടത് മാത്രം വിശ്വസിച്ചാൽ. എക്സ്ക്യൂസ് മീ മാഡം, ഒരുമാതിരി തോന്നിയ പറയല്ല, പറയാട്ടങ്ങൾ പറയല്ല. ഇതൊരു വിദ്യാലയമാണ്. ചന്ദ്രൻ അങ്ങനെ പറയില്ലെന്ന് എനിക്കറിയണ്ടേ? കള്ളം പറയുന്ന നീ പറഞ്ഞാൽ കേട്ടോ, പറയില്ലല്ലോ. ഒരു വിദ്യാലയമാണ് ഞാൻ കുറച്ച് മാന്യത കാണിച്ചത്. ഈ സ്കൂളില് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരെടുത്ത് എനിക്ക് ധൈര്യം മാത്രമാണ്. എനിക്ക് മലയാളം സംസാരിക്കാനും അറിയാം, മലയാളത്തിൽ 4 പേര് പറയാനും അറിയാം കേട്ടോ. അതെ മാഡം ഞാൻ കാര്യം പറയട്ടെ. അതെ ഈ മാഡം പറഞ്ഞ എലിയെ അടിക്കാൻ വേണ്ടിട്ട് ഒരു കൂട്ടം ആൾക്കാർ പുറത്തിപ്പോണ്ട്. ഏതോ മറ്റേ കഞ്ഞിയില് കല്ല് കിടന്ന ഒരു കൊച്ചിനെ വയറ് വയ്യാണ്ടായിട്ട് അവിടെ ചന്ദ്രൻ സാർ പറഞ്ഞ PTA ഫണ്ടിന്റെ കേസാണോ? അത് ഐഡിയിലിട്ട് ഇട്ടോളൂ. നമ്മള് ഒരു കാര്യമുള്ളൂ, ഏതെങ്കിലും റൂമിലോട്ട് അതെ ഇത് നല്ല റൂമാണ്, കൈവിട്ടതേ ഉള്ളൂ. ഒറ്റ കാര്യമുള്ളൂ, നമുക്ക് നമുക്ക് തരുന്നോണ്ട് വലിയ ഇഷ്യൂ ഒന്നുള്ള കാര്യമൊന്നുമില്ല. തരുന്നതിന് അനുസരിച്ച് നമുക്ക് ഡോക്യുമെന്റേഷൻ, അതിന്റെ റെസിപ്റ്റ്. അപ്പം നമ്മള് ബട്ടൺ അടിച്ചാൽ അതിൽ ഡോക്യുമെന്റ് ഉണ്ട്, അതിൽ ഡോക്യുമെന്റ് ചെയ്ത് സോറി സാർ. നോ പ്രോബ്ലം. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഒരു കാര്യം ചെയ്യുവാണെങ്കിൽ ഒരു കാര്യം ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ലിമിറ്റഡ് സീറ്റ്സ് ആണ് സ്കൂളിൽ അവൈലബിൾ ആയിട്ടുള്ളത്. സോ പറ്റുവാണെങ്കിൽ നിങ്ങൾ ഒരു സീറ്റ് തൽക്കാലം ബുക്ക് ചെയ്തിട്ട് ഫുൾ എമൗണ്ട് നാളെ പേ ചെയ്താൽ മതി. സ്കൂളിനെ പറ്റി നിങ്ങളൊന്ന് അന്വേഷിക്കേ. ഇല്ല നമ്മൾ അന്നേ വന്ന് അന്വേഷിച്ചതാണ്. അല്ല നമുക്കൊരു 50 lakhs അടച്ച് നമുക്ക് സ്ലോട്ട് ബുക്ക് ചെയ്തിട്ടിരുന്നാൽ മതി. ബാക്കി 50 lakhs അതാകുമ്പോൾ പിന്നെ വേറെ പ്രശ്നമല്ലോ, ചെറിയ എമൗണ്ട് അല്ലേ. ഡോക്യുമെന്റ് തന്നാൽ അതെ സാറോട് മലയാളം അതെ ഞാൻ മലയാളം സാറുണ്ട്, എനിക്ക് ഇംഗ്ലീഷ് ഡോക്യുമെന്റ് ചെയ്യാൻ പറ്റത്തില്ല. ചന്ദ്രു മലയാളം അക്ഷരമാലെന്ന് പറയാവോ? പറയാവോ? അതൊക്കെ എനിക്കറിയാം. ഞാൻ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ PT മീറ്റിംഗിലൂടെ ചന്ദ്ര അവിടെ വെച്ച് പറഞ്ഞുതരാം. അല്ല അത് ഞാൻ പറഞ്ഞു തരാം ചന്ദ്രു. ഇത് നമ്മളിപ്പോ ഓക്കെ ഞാൻ പറയാം. നോ പ്രോബ്ലം. സാറേ ഇതൊക്കെ 10 വട്ടം പറഞ്ഞിട്ടാണ് എനിക്ക് ഡിഗ്രി തന്നെ കിട്ടിയത്. ഇതാരാ കോള് വിളിക്കുന്നേ? വിളിക്കുമല്ലോ ഇപ്പൊ വരും. അതെ മാഡം, അതായത് ഇപ്പൊ നിങ്ങൾ കൊച്ചിനെ ഇവിടെ ആക്കാൻ വന്നതല്ലേ, ഇത് ഇവിടെ പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആണ്, സൂര്യ ബോസ്. നിങ്ങളുടെ മോനല്ലേ? അതാണ് ഞാൻ TC വായിക്കണം അവന്റെ.
അഡ്മിഷന്റെ കാര്യം പ്രൊസീഡ് ചെയ്തോട്ടെ. ശരി ബോസ്, സ്കൂളിനെ പറ്റിയുള്ള അഭിപ്രായം പറഞ്ഞേ. സ്കൂളിനെ പറ്റിയുള്ള അഭിപ്രായം പറഞ്ഞേ. സ്കൂളിനെ പറ്റിയുള്ള ஸ்கூல்ல வந்து பிடி வைக்கவே மாட்றாங்க. ரொம்ப கஷ்டமா இருக்கு. മലയാളം വന്നിട്ടും തമിഴാണോ സംസാരിക്കുക? അല്ല മലയാളം മാഷ് വന്നു പറഞ്ഞ കുട്ടി പഠിക്കത്തില്ലല്ലോ സാറേ. 2 ക്ലാസ് തുടങ്ങാം സാറേ, സമയമുണ്ടല്ലോ. ഒന്ന് തുടങ്ങട്ടെ. അതെ അതിന് സാറ്, അതെ നിങ്ങളെ മല്ല സാറേ, മല്ല സാറോ സാറേ? മലയാളം ആദ്യം പറയണം സാറേ. അതാണ് പറഞ്ഞ മലയാളം സാർ. ദുഷ്ടദുമ്നെന്ന് പറയാൻ ആള് പറയുന്നില്ല. എന്റെ പൊന്ന് സാറേ, മാഡം എനിക്ക് ഇവരെ ഫ്രണ്ടിൽ വെച്ചിട്ട് ഞാനാണ് മലയാളം സാറിന് പ്രൂവ് ചെയ്യാൻ ഈ 3 വാക്ക്, ഈ ഒറ്റ വാക്കിലൊക്കെയാണോ എന്റെ മലയാളം എന്റെ സർട്ടിഫിക്കറ്റ് ഇരിക്കുന്നത്? മാഡം എനിക്ക് പറ്റത്തില്ല മാഡം, എനിക്ക് ഇത് പറ്റത്തില്ല സാർ. നിങ്ങൾക്ക് കാണണമെങ്കിൽ എന്റെ ഫസ്റ്റ് ഡേ, ഇനാഗുറേഷൻ കണ്ടുള്ള ഫസ്റ്റ് ഡേ ഞാൻ കുട്ടികൾക്ക് വേണ്ടി എങ്ങനെ ക്ലാസ് എടുക്കുന്നു കാണാൻ നിങ്ങൾ അപ്പോവാ. മനസ്സിലായില്ലേ? പഠിപ്പിക്കുന്നതിന് പിള്ളേരെ കല്യാടി വെള്ളത്തിലാക്കുന്നതാണ് സത്യം പറയല്ലേ. എനിക്ക് ഇപ്പൊ ബ്രോയുടെ മുഖത്ത് നോക്കി ആകെ പറയാൻ പറ്റുന്ന ഒരേ ഒരു വാക്ക് നായിന്റെ മോനെന്ന് മാത്രമാണ് മലയാളത്തില്. അതുകൊണ്ട് നായിന്റെ മോനെന്നൊക്കെയാണ് പറയുന്നത്. ആ ഒരു മോനെ എന്ന് പറഞ്ഞ രീതിയിൽ പോലും പറയാൻ പറ്റുന്നില്ല. ഒരാളുടെ മുഖത്ത് നോക്കുമ്പോ എന്ത് പറയാൻ തോന്നുന്നുണ്ടല്ലോ. ഈ പരട്ട സ്കൂള് കത്തിക്കും ആൾക്കാര്. ഞാൻ റിസൈൻ ചെയ്തേ, എനിക്കോ പഠിപ്പിക്കണ്ടേ. ചന്ദ്രു പോലെ നീ എനിക്ക് ചന്ദ്രു ഒരുമിച്ചിരിക്കാതെ. അതെ, എന്റെ റെസിഗ്നേഷൻ ലെറ്റർ കിട്ടിയായിരുന്നല്ലോ അല്ലേ? സത്യം പറഞ്ഞാൽ നിനക്ക് ഇവിടെ ഒരേ സ്റ്റുഡന്റ്, അത് എന്റെ മോനാണ്. അവനെ കൊണ്ട് ഞാൻ പോകണം. ഇറങ്ങണേ ഇറങ്ങണേ ഇറങ്ങണേ. സാറേ പണ്ട് ഇവളെ അച്ഛൻ സർക്കസ് ആയിരുന്നു, മനസ്സിലായില്ലേ? എന്നിട്ട് എന്റെ മരുവൻ ഇവിടെ പഠിക്കുന്നില്ല കേട്ടോ, പോവാ. ചന്ദ്ര സാർ, ഞാനൊരു കാര്യം പറയട്ടെ ചന്ദ്ര സാർ. നിങ്ങളുടെ അത്രയും ഇത്രയും ബോഡിയുള്ള ഇത്രയും സുന്ദരനാണ് നമ്മുടെ സ്കൂളിൽ ഒരിക്കലും കിട്ടത്തില്ല മാഡം ഇങ്ങനെ ഒരു എന്നൊരു കാര്യം. പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇതിന്റെ പദവി അത് ഇങ്ങോട്ട് എനിക്ക് എഴുതാ. അല്ല ഞാൻ അത്ര നല്ല ആളല്ലേ ചന്ദ്രു? അങ്ങനെയല്ലേ ഇവിടെ എന്റെ ചെറുക്കൻ ഇവിടെ ഇറങ്ങിയല്ലേ, പിന്നെ അനാഥമാണ്. പഠിക്കാൻ കൊച്ചില്ലാത്ത അനാഥ. അതെ, ഇവിടെ പഠിക്കാൻ വിട്ട് എന്റെ മുകളിലോട്ട് പോയിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാം എന്തിനാവോ? അല്ല ആൾക്ക് ചോറ് കൊടുത്തു. കണ്ട ഇവിടെ പഠിക്കാൻ കൊണ്ടാക്കിയാണ്. എന്റെ പൊന്നു സാരെ, പുള്ളി ഉച്ചക്ക് ചോറ് കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ടാ പച്ചപ്പുല്ലില്. ആ മാഡം, മലയാളം സാറൊന്ന് മാഡം ഭയങ്കര നമ്മുടെ സ്കൂളില്ലേ ശരിക്കും പറഞ്ഞാൽ ഈ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരു സ്കൂളിൽ എങ്ങനെ ഒരു കുട്ടിയെ നമ്മൾ വിശ്വസിച്ച് അല്ല ഇപ്പൊ ഒന്നും നടന്നിട്ടില്ല മാഡം. പുള്ളി ആ കൊച്ചു പയ്യൻ ഫുഡ് കഴിച്ചിട്ട് കിടന്നുറങ്ങുന്നതാണ്. ഒന്നാമത്തെ കാര്യം നമ്മുടെ സ്കൂളിൽ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ, ക്ലാസ് തുടങ്ങിയിട്ടില്ല. ഈ ഒരു ആംബിയൻസ് ആയിരിക്കില്ല ഈ പറയുന്ന പോലെ അച്ചടമക്കെല്ലാം ലോക്ക് പോലും ഇല്ലല്ലോ സർ. അല്ല അത് വരും, എല്ലാം വരും മാഡം. ഈ ഇനാഗുറേഷൻ കഴിയുമ്പോഴത്തേക്ക് ഗേറ്റിന് ലോക്ക് വരും, എല്ലാവർക്കും അച്ചടക്കം വരും. ഒരാൾ പോലും മിണ്ടരുത് എന്ന് പറഞ്ഞാൽ അതിനപ്പുറം മിണ്ടിട്ടില്ല ഈ സ്കൂളില്. വെൽ ഡിസിപ്ലിൻഡ് ആയിരിക്കും. ഉറപ്പായിട്ടും മാഡം. പക്ഷെ ഇനാഗുറേഷൻ ഒന്ന് കഴിഞ്ഞ് കിട്ടണം മാഡം. ഇനി എവിടെങ്കിലും സോറി മാഡം, ഏതെങ്കിലും ഒരു പയ്യൻ പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ കമ്പടിച്ചടിക്കും. ഇനി അവന്റെ അച്ഛനാണ് പറഞ്ഞാൽ കേൾക്കാത്തെങ്കിൽ ഗണ്ണെടുത്ത് പൊട്ടിക്കും. അതാണ് നമ്മുടെ റൂൾ. ഫുൾ എമൗണ്ട് സെറ്റ് ആക്കാൻ നടക്കില്ല. അഡ്വാൻസ് അഡ്വാൻസ് ചന്ദ്ര സീറ്റ് ബുക്ക് ചെയ്തിട്ടാ നാളെ വന്ന് ഫുൾ അഡ്വാൻസ് ചെയ്യുമല്ലോ മാഡം. നമുക്ക് ക്യാഷ് ഒരു സീനല്ല, ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി. ബട്ട് നമ്മൾ തരുമ്പോ ഡോക്യുമെന്റ് മാഡം ഉറപ്പായിട്ടും ഡോക്യുമെന്റ് നമുക്ക് സെറ്റ് ആക്കാൻ പറ്റും. അപ്പം സാറ് മലയാളം മാഷാണ്, സമ്മതിക്കാം.
മലയാളത്തിൽ ഡോക്യുമെന്റ് തരണമെങ്കിൽ തരാം, അല്ലെങ്കിൽ ഡോക്യുമെന്റ് തരുവാണെങ്കിലും തരാം. അല്ല മാട്രിമോണി അല്ല. അല്ല മോനെ അല്ല മോനെ, ഇപ്പൊ സ്കൂളാണ്, ഈ ആഴ്ച മാട്രിമോണി അല്ലേ? സ്കൂളിൽ കണ്ടോട്ടെ സാർ? സ്കൂള് കണ്ടോളൂ. ഞാൻ ഒരു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അറ്റടക്കമാണ്, അപ്പൊ കാണാൻ സമ്മതിക്കില്ലേ? ഇപ്പൊ കണ്ടോളൂ. അപ്പം കറന്റ്ലി ബാബു സാർ എനിക്കൊന്ന് ഒരു ഡോക്യുമെന്റ് സൈൻ ചെയ്ത് തരാമോ? അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ട്രാൻസ്ഫർ ചെയ്യാം. അത് ശരിക്കും ഫണ്ട് കളക്ട് ചെയ്യുന്ന ആള് സൈൻ ചെയ്ത് തന്നാ മതിയോ? ഫണ്ട് കളക്ട് ചെയ്യുന്ന ആള് സൈൻ ചെയ്ത് തന്നാലും മതി. അല്ലെങ്കിൽ എലിമേഡം ഒന്ന് വരാവോ? ചന്ദ്രനുണ്ടല്ലോ, ആ പിഴച്ച ചന്ദ്രന് 10 കോടി കൊടുത്താലേ അവന് ഇവിടെ അപ്പോയിന്റ് ചെയ്ത് നിക്കത്തുള്ളൂ പി.ടി. സാറായിട്ട്. ഈ കുനിഞ്ഞു നിന്നവനെ അകത്തോട്ട് പിടിച്ചു കൊണ്ടിട്ട് പി.ടി. സാർ ആക്കി എന്നെ വേണം പറയാൻ. നമുക്കത് സെറ്റ് ആക്കാം. ഇപ്പോഴേ എലി മേഡം, എനിക്ക് ആ കുട്ടിയെ നമ്മൾ ഉറപ്പായിട്ട് നന്നാക്കും എന്നുള്ളതിനൊരു ഗ്യാരണ്ടി കൊടുക്കണം. മേഡം ഒന്ന് ഒപ്പിട്ട് കൊടുക്കാവോ? അല്ലല്ല, എനിക്ക് മലയാള സാറല്ലേ, എനിക്ക് പ്രിൻസിപ്പലിന് ഗ്യാരണ്ടി കുറച്ചുകൂടെ പവർ വേണം. അപ്പൊ ഒന്നും മിണ്ടണ്ട, ബാക്കി ഞാൻ സംസാരിച്ചോട്ടെ. മാഡം ഒരു ഒപ്പിട്ട് കൊടുത്താൽ മാത്രം മതി. അല്ല ഒന്നും പറയണ്ട, ഞാൻ ഒപ്പിട്ടാൽ മാത്രം മതി. ഞാൻ റെഡി ആക്കിയിട്ടുണ്ട്. മാഡം അതായത് എല്ലാം സംസാരിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോ ഒന്നും പറയണ്ട, പുള്ളിക്കാരിക്ക് എല്ലാം അറിയാം. അപ്പൊ പുള്ളിക്കാരി വേറെ എന്തൊക്കെയോ ആലോചിച്ചാകാൻ മൈൻഡ് ചെയ്യും. അപ്പൊ ഡോക്യുമെന്റ് കൊടുത്താൽ ഒപ്പിട്ട് തരും. ഫണ്ട് എന്റെ തന്നോളൂ, കുഴപ്പമില്ല. അല്ല, ഇത് വാങ്ങുന്ന ആളുടെ സൈൻ എനിക്ക് വേണം. വാങ്ങുന്നത് ഒരു കാര്യം, പുള്ളിക്കാരി അക്കൗണ്ട് നമ്പർ ഞാൻ അവിടെ വെച്ച് പറയാൻ വരൂ. ഞാൻ പുള്ളിയുടെ അടുത്ത് അങ്ങനെയാണെങ്കിൽ ചോദിക്കട്ടെ? ചോദിച്ചോളൂ. വരൂ. ഓക്കെ, ദേവരത ചോദിച്ചോളൂ മാഡം. ഡൊണേഷൻ ഫണ്ട് എന്ന് പറഞ്ഞൊരു അല്ല, അതിനെപ്പറ്റിയല്ല നമ്മൾ സംസാരിക്കുന്നത്. മറ്റേ കുട്ടിയുടെ അഡ്മിഷൻ ഉറപ്പായിട്ടും കൊടുക്കും, നല്ലതാക്കും എന്നുള്ളതിന്റെ കാര്യമില്ല. അതിനെപ്പറ്റി നമ്മൾ ഉറപ്പായിട്ടും കൊടുക്കും. അപ്പം വേണമെങ്കിൽ പുള്ളിക്കാരി ഐ ഡി ചോദിച്ചോളൂ. ഡോക്യുമെന്റ് നമുക്ക് സൈൻ ചെയ്ത് തരാമോ? മാഡം പിഴ അടപ്പിക്കുമെന്ന് പറയാമെന്നുണ്ടോ? നമ്മൾ ഒപ്പിട്ടുതരാം സാർ, ഒപ്പിട്ടുതരാം മാഡം. ഓക്കെ, ഇപ്പൊ കിട്ടുമോ? ഒപ്പിട്ട് കൊടുത്തേക്ക് മാഡം. ബാക്കി ഞാൻ ഡീൽ ചെയ്തോളാം. ബാക്കിയല്ല മാഡം, ഒപ്പിട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് പൊക്കോളൂ, ഞാൻ ഡീൽ ചെയ്തോളാം ബാക്കി. അപ്പൊ മാം അതില് അഡ്മിഷന്റെ കാര്യങ്ങളും എല്ലാം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് മാഡത്തിന് കുറച്ച് അർജന്റ് ഉണ്ട്, പെട്ടെന്ന് പോകേണ്ട അർജന്റ് ഉണ്ട്. ഒപ്പിട്ട് തരും, പെട്ടെന്ന് കൊടുത്തോളൂ. എവിടെ ഒപ്പിടട്ടെ? ഡോക്യുമെന്റ്. എന്ത് ഡോക്യുമെന്റ്? എവിടെ ഡോക്യുമെന്റ് F3 അല്ല, അത് നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തോളൂ, മാഡം ഒപ്പിട്ട് തരും. ഞാനൊരു കാര്യം പറയട്ടെ മാഡം, നിങ്ങൾ ഇപ്പൊ തന്നെ ഒരു ഡോക്യുമെന്റ് നിങ്ങളുടെ കണ്ടീഷൻ വെച്ച് തരൂ, നമ്മൾ ഇപ്പൊ തന്നെ ഒപ്പിട്ട് തരും. ഓക്കെ. ന്യൂ സിറ്റിസൺ ഡോക്യുമെന്റ്. അത് ഒന്ന് കോൺട്രാക്ട് എടുത്തിട്ട് ഫസ്റ്റ് നെയിം എന്റെ പേര് യാസ്മിൻ, നല്ല പേര്. ലാസ്റ്റ് നെയിം റോഡ്രിഗസ്. അച്ഛനാണോ? അല്ല, ഫാമിലി നെയിം. അപ്പൊ 2 years. ഒരു മിനിറ്റ് ബ്രോ, നമ്മൾ ഇതൊന്ന് കോൺട്രാക്ട് ചെയ്ത് കൊണ്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് ഇൻഫർമേഷനില് തരേണ്ട ഇൻഫോർമേഷൻ കോൺട്രാക്റ്റില് നമ്മൾ അങ്ങോട്ട് പേ ചെയ്യേണ്ട ഫണ്ടിന്റെ കംപ്ലീറ്റ് ഇൻഫോർമേഷൻ എനിക്ക് വേണം. അപ്പൊ അഡ്വാൻസ് എമൗണ്ട് മാത്രമാണ് കോൺട്രാക്റ്റിൽ ഇപ്പൊ തൽക്കാലം വെക്കുന്നത്, അത് ഫുൾ എമൗണ്ട് വെക്കണോ? ഇപ്പൊ അഡ്വാൻസ് ഫുൾ എമൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഇത്രയും വെച്ചു. അല്ല, ഞാൻ ഇൻഡിവിജ്വൽ ഇത് വെക്കാം. കാരണം ഇപ്പൊ അഡ്വാൻസ് വാങ്ങിയിട്ടാണ് നിങ്ങൾക്ക് കൊച്ചിനെ നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ തിരിച്ചു വാങ്ങണ്ടല്ലോ. അല്ല, അങ്ങനല്ല. ലേറ്റർ ഇഫ് ദ സ്റ്റുഡന്റ് കംസ് ടു ദ സ്കൂൾ, ചന്ദ്രൻ സാർ എത്രയായിരുന്നു അഡ്മിഷൻ ഫീസ്? ടോട്ടൽ 10 CR അല്ലേ പറഞ്ഞത്? 10 CR ആണ് പറഞ്ഞിരുന്നത്. അപ്പൊ പിന്നെ 10% അടയ്ക്കണം കേട്ടോ. അപ്പൊ അത് എഴുതുവാണെങ്കിൽ 1 CR. കുഴപ്പമില്ല. ഒരു ഡീലെത്തി. ചന്ദ്രൻ PT ചന്ദ്രൻ ആയിരിക്കും, ചന്ദ്രൻ സാർ ആയിരിക്കും മുതൽ അഡ്മിഷൻ നോക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ചന്ദ്രൻ സാറിനെ ഇങ്ങോട്ട് വിളിക്കാം. അല്ലല്ല മാഡം, ഞാൻ പറഞ്ഞതുപോലെ ബാക്കി ഡീൽ ചെയ്യണം. ഒന്ന് മാറിക്കണേ മിസ്റ്റർ മലയാള സാർ. ചന്ദ്രൻ ഇത് ഡോക്യുമെന്റ് ചന്ദ്രൻ ഒന്ന് കൊടുക്കട്ടെ. ഡോക്യുമെന്റ് ഞാൻ കൊടുത്തോളാം. കാശ് തന്നാ മതി കേട്ടോ. കാശ് അഡ്മിഷൻ അപ്പൊ അങ്ങനെയാണെങ്കിൽ മാഡം, നമ്മൾ ഇനി മുതൽ സ്കൂളില് ഫ്രീ അഡ്മിഷൻ ആയിരിക്കും, പൈസ വാങ്ങുന്നില്ലല്ലോ? എന്തിനാ? അല്ലല്ല, പൈസ വാങ്ങിക്കുന്നുണ്ട്. നമുക്ക് ഇത് ഡൊണേഷൻ വാങ്ങിക്കില്ല വേണ്ടുള്ള ഈ യൂണിഫോമിനും അതുപോലെ ഈ ഇതിന്റെ ഒക്കെ അല്ലേ
യൂണിഫോമിന്റെയും ടെക്സ്റ്റ് ബുക്കിന്റെയും പിന്നെ മാസക്കഞ്ഞിക്കും അതിനെല്ലാം കൂടി ഒരു 15 കോടി. അത്രേ ഉള്ളൂ. അർജന്റായിട്ട് നമുക്ക് അവർക്ക് എന്തോ അർജന്റായിട്ട് പോകണം. മാഡം വിളിക്കാം, നിങ്ങൾ പോയിട്ട് വരും അർജന്റ് ഉണ്ടെങ്കിൽ. അതെ, ഒരു കാര്യം ചെയ്യോ, നാളെ സൈഡ് ബസ് സാർ ഉണ്ടാവോ? നാളെ വരാവോ? നാളെയാണ് നമ്മൾ അപ്പോയിന്റ്മെന്റ് കൊടുക്കും. അപ്പൊ വേറെ ആരും ഉണ്ടാവില്ല. ആ സമയത്ത് വരുവാണെങ്കിൽ അപ്പൊ തന്നെ എഴുതിയിട്ട് നമുക്ക് ഇതൊക്കെ തരാം, റെസിപ്റ്റ് തരാം, റെസിപ്റ്റ്. നാളെ ഒരു 9:30 വന്നാൽ 9:30 ഇവിടേക്ക് വന്നേ. അതെ ക്യാഷ് ബ്ലാക്ക് ആയിട്ടാണ് വൈറ്റ് ആയിട്ടാണ് കൊണ്ടുവരുന്നത്? അങ്ങനെയല്ല, ബ്ലാക്ക് കേസിലാണോ വൈറ്റ് കേസിലാണോ നമുക്ക് അത് ബാങ്ക് ത്രൂ ഇല്ല, ബാങ്ക് ചെയ്യത്തില്ല. കാരണം നമുക്ക് ഇതെല്ലാം കൂടെ അടുക്കി വെക്കണം, മനസ്സിലായില്ല? അതാണ് നമുക്ക് ഒരുമിച്ച് അടുക്കി വെച്ചിട്ട് നേരെ വൈകിട്ടാവുമ്പോഴത്തേക്ക് നമ്മുടെ സ്കൂളിന്റെ ഫണ്ടിലേക്ക് കൊണ്ടിടും ഡൊണേഷൻ ആയിട്ട്. ബാങ്ക് ത്രൂ ഞങ്ങൾ തരാം, നിങ്ങളെ ടീമിൽ നിന്ന് എടുത്തോളൂ. പറ്റത്തില്ല. അതെന്താ? ചെക്ക് കൊടുത്താലും മതി. നമ്മുടെ ഇൻഡിവിജ്വൽ നമുക്ക് ഇൻഡിവിജ്വൽ ടാക്സ് പേ ചെയ്യണമല്ലോ. വൈറ്റ് തന്നെ വേണം, ഞങ്ങൾക്ക് അങ്ങനത്തെ പരിപാടി ഒന്നും ഇല്ല. വൈറ്റ് ആണ് ചെക്ക്. അല്ലല്ല, ചെക്ക് അങ്ങനെ നമുക്ക് റെഡി ക്യാഷ് നിങ്ങൾ ഇൻഡിവിജ്വൽ എടുത്ത് വന്നാൽ മതി. നിങ്ങൾ ATM വന്നാൽ മതി, മെല്ലെ വന്നാൽ മതി. കണക്കിന് 10 മണിക്ക് വന്നാൽ മതി, സമയമല്ലേ? അരമണിക്കൂർ കൊടുക്കാം. കുട്ടിയെ കൊണ്ടുവരാൻ കേട്ടോ, കുട്ടി ഒന്ന് കാണണം, നമുക്ക് നേരെ ആക്കാൻ പറ്റുമോ? നശിച്ചു പോണവരാണെന്ന് അറിയാമല്ലോ. പ്രിൻസിപ്പൽ ഉണ്ടാവും. മരിച്ചിട്ടില്ലേ ആള് നാളെ ഇവിടെ തന്നെ ഉണ്ടാവും. ചന്ദ്രൻ സാർ, നിങ്ങൾ ഇത്തിരി കൂടി ഞാൻ ഇത്തിരി കൂടി നല്ല കാര്യങ്ങളായിരുന്നു നിങ്ങളുടെ പ്രതീക്ഷിച്ചത്. അതൊക്കെ നമ്മുടെ ഒരു ഇതായിരുന്നല്ലടാ. അതായത് നമ്മുടെ കൂടെ പാരന്റ്സ് എങ്ങനെ റിയാക്ട് ചെയ്യും അതുപോലെ ആയിരിക്കും നമ്മുടെ ഈ ചിൽഡ്രൻസിന്റെ സ്വഭാവം ഉണ്ടല്ലോ. അപ്പൊ നമ്മള് പാരന്റ്സിന്റെ ക്വാളിറ്റിയാണ് ഫസ്റ്റ് നോക്കുന്നത്. അതെ, ചന്ദ്രന്റെ മോൻ ഇവിടെ അഡ്മിഷൻ കൊടുത്തിട്ടില്ലല്ലോ. നമുക്ക് ഇന്നൊരു തീരുമാനം ഉണ്ടാക്കണം. 15 CR നീ പറഞ്ഞാണ് കണക്ക്. 5 CR എനിക്ക് 10 CR നീ വെച്ചോ. ഓക്കെ, നിനക്ക് 2 CR. 10 കോടി വാങ്ങിച്ചാല് 2 CR. എനിക്ക് 5 CR അല്ലേ? ഒരു കാര്യം റെസിപ്റ്റ് ഇവൻ കൊടുത്തോട്ടെ. റെസിപ്റ്റ് നീ കൊടുക്കുന്ന ആള് ജോലിയിൽ നിന്ന് വേണ്ട. സത്യം. എടാ ബാബു, നമ്മൾ 15 വെച്ച് മേടിക്കാം, 10 വെച്ച് മേടിക്കാം.